നിനക്കൊരു കൂട്ടുകാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. താരാ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ദിവസം രാത്രി പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നമുക്കൊന്ന് മൂന്നാർ വിസിറ്റ് ചെയ്താലെന്നുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഒന്നും ആലോചിച്ചില്ല. വിത്തൗട്ട് എനി ട്രാവൽ പ്ലാനിങ് ആൻഡ് പാക്കിംഗ് ഞങ്ങൾ നേരെ മൂന്നാറോട്ട് പോന്നു. നൈറ്റ് ഫുൾ ട്രാവൽ ആയിരുന്നു ഗൈസ്. മാത്രമല്ല പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് അല്ലാത്തത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി, ഫ്രഷ് ആയി. ദെൻ ഞങ്ങളിപ്പോൾ കാന്തല്ലൂരോട്ടാ പോകുന്നത്. മൂന്നാർ ഏതാണ്ട് എല്ലാ പ്ലേസും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാന്തല്ലൂർ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. മറയൂർ കാന്തല്ലൂർ റൂട്ട് ഒരു രക്ഷയുമില്ല ഗൈസ്. അടിപൊളി ക്ലൈമറ്റ് ആണ്. നമ്മുടെ മൂന്നാർ ഹോം ടൗണിനെ കണക്ക് വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല ഇവിടെ. തമിഴ് മലയാളം സംസ്കാരം മിക്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണിത്. ഇവിടെ മെയിൻ ആയിട്ട് കൃഷിയാ വരുന്നത് കേട്ടോ. ആപ്പിൾ, ഓറഞ്ച്, മാതളം, അനാർ, പ്ലം, പേരയ്ക്ക, പിന്നെ ഒത്തിരി വെജിറ്റബിൾസ് വരെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തിയ ടൈമിൽ ഇത് സീസൺ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം എന്താന്ന് വെച്ചാൽ ശർക്കര ഫാക്ടറിയാണ്. മറയൂരും കാന്തല്ലൂരും വളരെ ട്രഡീഷണൽ രീതിക്ക് ഷുഗർ കെയിൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഇവർ കൃഷി ചെയ്യുന്ന കരിമ്പ് വെട്ടി മെഷീനിൽ വെച്ച് അത് നീരാക്കും, നീരെടുക്കും, പിന്നെ വലിയ ഡ്രമ്മിലോട്ട് മാറ്റും. അതിലെ മുകളിൽ തെളിഞ്ഞിരിക്കുന്ന നീര് ശർക്കര ഉണ്ടാക്കുന്ന കൊപ്രയിലേക്ക് മാറ്റി ഈ കാണുന്ന വലിയ പാത്രത്തിലോട്ടാ മാറ്റുന്നത്. ഈ പാത്രത്തിനെയാണ് ഇവിടെ കൊപ്ര എന്ന് പറയുന്നത്. ഒരു കൊപ്രയിൽ ഏകദേശം 1000 ലിറ്റർ വരെ ഉൾക്കൊള്ളും. കരിമ്പിൻ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചണ്ടി വെച്ചാണ് ഇവരിവിടെ തീ കത്തിക്കുന്നത്. കാന്തല്ലൂരിന്ന് ശർക്കരയും മേടിച്ച് മറയൂർ വഴി ഞങ്ങൾ മൂന്നാറിലോട്ട് പോകുമ്പോൾ ദേ കാണുന്ന കണക്ക് റോഡ് സൈഡിൽ കാട്ടുപോത്ത്, മാൻ, മര എണ്ണാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ലൈവായിട്ട് കാണാമായിരുന്നു. ഇത്ര അടുത്ത് നിന്ന് കാണാമായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ വന്നത് ബുള്ളറ്റിലാണ് കേട്ടോ. സോ നല്ല വ്യൂ പോയിന്റ്സിൽ ഇറങ്ങി അവിടുത്തെ വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത ക്ലൈമറ്റിൽ നല്ല ചൂടും മാഗി കഴിക്കുന്ന ഒരു ചടങ്ങാണല്ലോ ഗൈസ്. സോ നമ്മളത് സ്കിപ്പ് ചെയ്തില്ല. സ്നാക്സ് ഒക്കെ കഴിച്ചു ഞങ്ങൾ എങ്ങനെ പോവാ. ഇപ്പോൾ ഈ ക്ലൈമറ്റാ ഗൈസ്. ദെൻ ഞങ്ങൾ എത്തിയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. നല്ല മഴയായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ 1 ഡേ കൂടെ മൂന്നാർ സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ പ്ലാൻ അങ്ങ് മാറ്റി. ദെൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഞങ്ങൾ നേരെ എത്തിയത് ആലപ്പുഴയിലോട്ടാണ്. ആലപ്പുഴ എത്തിയാലുടൻ തന്നെ ഞങ്ങൾ ആദ്യം അന്വേഷിച്ചെത്തുന്നത് ഈ അപ്പച്ചൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഒത്തിരി വർഷങ്ങളായിട്ട് ബോട്ട് സർവീസ് നടത്തുന്ന ഒരാളാണിത്. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് അപ്പച്ചൻ. ഇത്തവണ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഞാൻ നിനക്കൊരു കൂട്ടുകാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. താരാ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നെത്തി കണ്ടുപിടിച്ചു. ഇന്നാള് വന്ന തിരുവനന്തപുരത്തോടാ. അപ്പച്ചനെ പോലെ തന്നെ അപ്പച്ചൻ്റെ ഫാമിലി മെമ്പേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ നേരം അവിടെ തന്നെ ഉണ്ടായ ഫ്രൂട്ട്സും പിന്നെ ഒത്തിരി സ്നാക്സും ഒക്കെ തന്നാണ് അയച്ചത്. ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പച്ചൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണേ. ദേ കാണുന്നതാണ് ബോട്ട് ജെട്ടി. ഇവിടെ നിശ്ചിത ഗ്യാപ്പിൽ ഇങ്ങനെയുണ്ട്. ലൈക്ക് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്താട്ടോ. ഇവിടെ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലം ആയതുകൊണ്ട് ഇങ്ങനെ പില്ലേഴ്സ് നിർത്തിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ വീട് വെക്കുന്ന കേട്ടോ.
ഓക്കെ, അങ്ങനെ നീണ്ട 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയേക്കുവാണ് ഗൈസ്. അപ്പച്ചനോട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ആലപ്പുഴയ്ക്ക് ബൈ ബൈ പറയും മുന്നേ എനിക്കൊരു സ്ഥലത്തൂടെ പോകാനുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്ന അനശ്വര, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പുള്ളിക്കാരിൻ്റെ ഹൗസ് വാമിങ്ങിന് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് നമുക്ക് ആ കട ഒന്ന് വീട്ടാന്ന് വിചാരിച്ചു. അനശ്വരയുടെ വീട് കടലിനടുത്താട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ സൺസെറ്റ് ആയിരുന്നു. അനശ്വരയുടെ അമ്മ നല്ല ഉണക്കമീനൊക്കെ തന്നാൽ ഞങ്ങളെ തിരിച്ചാക്കിയതേ. അങ്ങനെ അനശ്വരയോടും അമ്മയോടും അനിയത്തിയോടും ഒക്കെ സിയു പറഞ്ഞു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ട്രിവാൻഡ്രത്തോട്ട് തന്നെ കേട്ടോ പോകുന്നേ. യെസ് ഗൈസ്, ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് നാളായിട്ട് AFC ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണു. അങ്ങനെ ഞങ്ങൾ AFC ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് KFCയുടെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്, ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.